ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഇനി അല്പം ഹെൽത്തി കേക്കൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡയറ്റ് സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹെൽത്തി കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡയറ്റ് നോക്കുന്നവർക്ക് സ്കിംഡ് മിൽക്കും അല്ലാത്തവർക്ക് സാദാ പാലും എടുക്കാവുന്നതാണ്. ഓട്സും പാലും ചേർത്ത് ഈ ഒരു മിക്സ് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 പഴുത്ത റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാദാ പഴവും എടുക്കാവുന്നതാണ്. സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായി മാഷ് ചെയ്തെടുത്ത പഴം മിക്സ് ഇനി ഓട്സിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ മുട്ടയ്ക്ക് പകരം അധികം പുളിയില്ലാത്ത 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് ഓട്സ് ബനാന മിക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ബാറ്ററിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും സേഫായിട്ട് കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി കേക്ക് കൂടിയാണ്. ഇനി ഇതിലേക്ക് അല്പം മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഹണിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹണിക്ക് പകരം നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പും എടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത ബാറ്റർ ഇനി ഒരു കേക്ക് ട്രേയിൽ കുറച്ച് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നമ്മുടെ കേക്ക് ട്രേ ഒന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായി നമ്മുടെ കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് വാൾനട്ട്സ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വാൾനട്ട്സിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും എടുക്കാവുന്നതാണ്. ഇനി പ്രീ ഹീറ്റഡ് അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറിൽ നിന്ന് കേക്കൊന്ന് മാറ്റി കൊടുക്കാം. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്രിസ്മസിന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഈ കേക്കിൻ്റെ റെസിപ്പി ആരും മിസ് ചെയ്യരുത്. നല്ല റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.